ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം കേരളത്തിന്റെ പ്രാർത്ഥനാ ഗാനമായി നിശ്ചയിക്കണമെന്ന് ശിവഗിരി ധർമ്മസംഘം. ശിവഗിരി മഹാസമാധിയിൽ ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശന് മുന്നിലാണ് ആവശ്യം ഉന്നയിച്ചത്. ശിവഗിരിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കാൻ സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് വി ഡി സതീശൻ ശിവഗിരി സന്ദർശിക്കുന്നത്. രാവിലെ 9:10 ശിവഗിരിയിലെത്തിയ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ വെച്ച് ധർമ്മസംഘ ട്രസ്റ്റ് ഭാരവാഹികളുമായി ചർച്ച നടത്തി. ശിവഗിരിയുടെ വികസനം, ഗുരുധർമ്മ പ്രചാരണം തുടങ്ങിയ ആവശ്യങ്ങൾ ധർമ്മസംഘ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ശ്രീനാരായണ ഗുരു എഴുതിയ ദൈവദശകം ഒരു വിശ്വപ്രാർത്ഥനയാണ്. അതിലെ ഒരു 3 പദ്യം കേരളത്തിൻ്റെ പ്രാർത്ഥനാ ഗാനമായി സ്വീകരിക്കണമെന്നുള്ള ഒരു നിവേദനമാണ് നൽകിയിട്ടുള്ളത്. ചർച്ചയ്ക്ക് ശേഷം മഹാസമാധിയിൽ ദർശനം നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. എല്ലാവരെയും സോദരരായി കാണുന്ന ഗുരുദേവ ദർശനമാണ് സർക്കാരിൻ്റെയും കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരു സ്വപ്നം കണ്ട ഒരു കേരളമാണ് ഈ സർക്കാരിൻ്റെയും മനസ്സിലുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഗുരു സമാധിയിൽ വെച്ച് ഞാനിവിടെ പുതുക്കുന്നത്. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള അകൽച്ചയ്ക്കിടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ശിവഗിരി സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.